ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എഫ്ഐആർ പകർപ്പും മൊഴികളും കൈമാറണമെന്നാവശ്യപ്പെട്ട് ഇഡി അപേക്ഷ സമർപ്പിച്ചു. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് അപേക്ഷ സമർപ്പിച്ചത്. അപേക്ഷ കോടതി ഈ മാസം 10 പരിഗണിക്കും. കള്ളപ്പണ വിഷയം അന്വേഷിക്കുന്നത് ഹൈക്കോടതി വിലക്കിയിട്ടില്ലെന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയതോടെയാണ് ഇഡിയുടെ നീക്കം. ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, എന്താണ് ഇഡിയുടെ അപേക്ഷയിൽ? തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുള്ള, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളപ്പണ വിഷയം അന്വേഷിക്കുന്നത് ഹൈക്കോടതി വിലക്കിയിട്ടില്ലെന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ഇത് ഇഡി അപേക്ഷ, അതായത് ഈ രേഖകൾ ആവശ്യപ്പെട്ട അപേക്ഷ സമർപ്പിച്ചപ്പോഴായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത്. ഇതിനെ തുടർന്നാണ് അതിന്റെ വിചാരണകളെല്ലാം നടക്കുന്ന കൊല്ലം വിജിലൻസ് കോടതിയെ ഇപ്പോൾ ഇഡി സമീപിച്ചിരിക്കുന്നത്. അതായത് അവിടെ നൽകിയിരിക്കുന്ന അപേക്ഷയിൽ ഇഡി അഭിഭാഷകനായ അഡ്വക്കേറ്റ് MJ സന്തോഷ് മുഖാന്തരമാണ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ കേസിന്റെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, അതായത് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIRന്റെ പകർപ്പും മൊഴികളുടെ പകർപ്പും കൈമാറണമെന്ന് ആവശ്യപ്പെട്ടാണ് സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷ. ഈ അപേക്ഷ വന്നപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ അതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. ഇഡി അന്വേഷണം ഒരു കാരണവശാലും ആവശ്യമില്ല, രേഖകൾ കൈമാറാൻ കഴിയില്ല, അല്ലെങ്കിൽ കൈമാറുന്നത് സംബന്ധിച്ച് അത് ശരിയല്ല എന്നുള്ള വാദമാണ് ഉയർത്തിയത്. എന്തായാലും എതിർപ്പ് രേഖാമൂലം തന്നെ അടുത്ത ദിവസം, അതായത് 10-ാം തീയതിയാണ് കോടതി കേസിനെ അടുത്ത് പരിഗണിക്കുക. ആ സമയത്ത് രേഖാമൂലം തന്നെ അറിയിക്കുന്നുള്ള കാര്യമാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിലുണ്ടായിരിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, തിരുവാഭരണ മുൻ കമ്മീഷണറായിട്ടുള്ള KS ബൈജുവിന്റെ റിമാൻഡ് നീട്ടുന്നതിന് വേണ്ടി ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 14 ദിവസത്തേക്ക് കൂടിയാണ് വീണ്ടും റിമാൻഡ് നീട്ടിയിരിക്കുന്നത്. KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ നേരത്തെ തന്നെ കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ധന്യ. ശരി ലിജോ.